ഇന്നലെ വയനാട് റിലേറ്റഡ് വീഡിയോ ചെയ്ത സമയത്ത് അതിനകത്ത് പറയാൻ ബാക്കി വെച്ച് പോയിട്ടുണ്ടായിരുന്ന ഒരു ടോപ്പിക് ഉണ്ടായിരുന്നു. അത് ഞാൻ വേറൊരു കണ്ടന്റ് ആക്കി ചെയ്യുന്നുള്ളത് ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ബീഫ് കഴിക്കുന്നവർക്കുള്ള ശിക്ഷ. ഈ ദുരന്തം നടക്കേണ്ടത് മലപ്പുറത്ത്. മുണ്ടക്കൈ ദുരന്തത്തിൽ വർഗീയ വിദ്വേഷവുമായി തീവ്ര ഹിന്ദുത്വവാദികൾ. അതായത് ഈ ഹിന്ദുക്കളുടെ കാര്യം പറയുമ്പോഴത്തേക്ക് തീവ്ര ഹിന്ദുത്വവാദികൾ. മുസ്ലിങ്ങളിലേക്ക് പോകുമ്പോൾ എന്താവും അത്? മുസ്ലിം തീവ്രവാദികൾ. ഞാനതൊന്ന് മാറ്റട്ടെ. ഇങ്ങനെ കമന്റ് ഇടുന്നവര് ഹിന്ദു തീവ്രവാദികൾ. ഞാൻ അങ്ങനെ പറയാൻ പോണി. ഇനി ഇത് കേട്ടിട്ട് ആർക്കെങ്കിലും അയ്യോ ഹിന്ദുക്കളെ സീക്രട്ട് ഏജന്റ് തീവ്രവാദി എന്ന് വിളിച്ചേന്ന് പറഞ്ഞു വരണ്ട. ഇങ്ങനെ പച്ചയ്ക്ക് വർഗീയത കമന്റ് ഇടുന്ന ആളുകൾ സ്വയം ഏറ്റെടുത്തിട്ട് അയ്യോ എന്നെ തീവ്രവാദി എന്ന് വിളിച്ച് വന്നേന്ന് പറഞ്ഞാൽ നിങ്ങൾ അങ്ങനെ വിചാരിക്കുന്നത് കൊണ്ടായിരിക്കും എന്ന് എനിക്ക് പറയാനുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ കമന്റ് ഇടുന്നതോ അല്ലെങ്കിൽ വർഗീയത ചിന്തിക്കുന്ന ഒരുത്തനോ ആയിരിക്കും അല്ലെങ്കിൽ ഒരുത്തിയോ ആയിരിക്കും എന്നുള്ളത് ഏറ്റെടുത്തിട്ട് വരിക. മനസ്സിലായോ? കാരണം എന്ത് പ്രശ്നം ഉണ്ടായാലും വർഗീയത തുപ്പണം എന്നുണ്ടെങ്കിൽ ആദ്യം ഹിന്ദു മുസ്ലിം എന്ന് പറഞ്ഞു ഓടിക്കയറാനുള്ള സ്ഥലം എന്താ? മലപ്പുറം. ഞാൻ മലപ്പുറക്കാരാണ്. ഞാൻ എപ്പോഴും എൻ്റെ വീഡിയോയിൽ പറയാറുണ്ട് ഞാൻ ഒരു മലപ്പുറക്കാരനാണ്. ഞാൻ ഈ മലപ്പുറത്ത് ഇരുന്നു കൊണ്ട് തന്നെ ഹിന്ദുവിനെ വിമർശിക്കുന്നു, മുസ്ലിമിനെ വിമർശിക്കുന്നു, എല്ലാ മതങ്ങളെയും വിമർശിക്കുന്നു. ഞാൻ ഈ മലപ്പുറത്ത് ആയതുകൊണ്ടാണ് ഞാൻ ഏറ്റവും സേഫ് ആയിട്ടിരിക്കുന്നത് എന്നുള്ളത് ഏറ്റവും ധൈര്യമായിട്ട് ഞാൻ പറയുന്നത്. എനിക്കൊരു മതമോ ഒരു ദൈവമോ ഒരു രാഷ്ട്രീയമോ ഒരു സാധനം എനിക്കില്ല. പക്ഷെ ഞാൻ ഈ മലപ്പുറത്തിന്റെ മണ്ണിലിരുന്നുകൊണ്ട് എത്ര ഉസ്താദുമാരെ വിമർശിച്ചിട്ടുണ്ട്, എത്ര അമ്പലങ്ങളെ കുറിച്ച് ഞാൻ വിമർശനങ്ങളും ദൈവങ്ങളെ കുറിച്ചും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇവിടുത്തെ ആളുകൾക്കിടയിൽ ഈ സംഗതി ഈ വർഗീയ എലമെന്റ് ഉണ്ടല്ലോ അതില്ല ഇവിടുത്തെ ആളുകൾക്ക്. എത്ര കുത്തി വെക്കാൻ നോക്കിയാലും ന്യൂട്രലായിട്ട് ജീവിച്ചു പോകുന്ന ഒരു വലിയ ക്രൗഡുള്ള സ്ഥലമാണ് ഈ മലപ്പുറം ജില്ല എന്ന് പറയുന്നത്. മനസ്സിലായോ? മലപ്പുറക്കാരെന്ന് പറയുന്നത് ഞങ്ങൾക്കുള്ള അത്ര പരസ്പര സ്നേഹം. ഞാൻ ഇവിടെ കുറേ അധികം ജീവിച്ചുകൊണ്ടാവും നമുക്ക് നമ്മുടെ നാടിനെ കുറിച്ചാണ് ഏറ്റവും കൂടുതൽ പറയാൻ പറ്റുക. ഞങ്ങൾക്കുള്ള പരസ്പര സ്നേഹം എന്ന് പറയുന്നത് ഭയങ്കര സ്പെഷ്യലാണ്. മലപ്പുറത്തിന്റെ മണ്ണിൽ വന്ന് ജീവിച്ചവർക്ക് അറിയുള്ളൂ ഇവിടുത്തെ ഒരു സമാധാന അന്തരീക്ഷം എന്താണെന്നുള്ളത്. ഇവിടെ വന്ന് ജീവിച്ചവരാരും ഇപ്പൊ പുറത്തുനിന്ന് വന്നിട്ട് ഇവിടെ ജീവിക്കുന്നവരാരും ഇവിടെ വിട്ടു പോകാൻ പിന്നെ താല്പര്യപ്പെടുന്നില്ല. പലരും ഉണ്ട്. പല ഗവൺമെന്റ് ഉദ്യോഗസ്ഥരും ടീച്ചേഴ്സൊക്കെ ഇവിടെ വന്നിട്ട് എന്ത് ചില ബിസിനസ് ചെയ്യാൻ വേണ്ടി ഇവിടെ വരും മലപ്പുറത്ത്. എന്നിട്ട് അവർ ഇവിടെ തന്നെ സ്ഥലവും വാങ്ങി ഇവിടെ തന്നെ കൂടും. ഈ നാടിന്റെ ഒരു പ്രത്യേകതയാണത്. അല്ലാതെ നോർത്തിൽ ഇരുന്നിട്ട് ചാണകവും വാരി തിന്ന് ഗോമൂത്രവും കുടിച്ചിട്ട് മലപ്പുറത്തേക്ക് നോക്കിയിട്ട് ബീഫ് തിന്നണോ അയ്യോ എന്ന് പറഞ്ഞ് കരഞ്ഞിട്ട് ഹിന്ദു തീവ്രവാദം ഇളക്കി പിടിച്ച് വരാതിരിക്കുക. മനസ്സിലായോ? വയനാട്ടിൽ ഇത്രയും വലിയ ദുരന്തം നടന്നൊരു സ്ഥലത്ത് അതിന്റെ ഫുട്ടേജുകളും ഫോട്ടോയും വരുമ്പോൾ അതിനടി കൊണ്ടുവന്നിട്ട് ബീഫ് തിന്നുന്നതാണ് പ്രശ്നം, മലപ്പുറത്താണ് ദുരന്തം നടക്കേണ്ടിയിരുന്നതെന്നൊക്കെ പറയുന്ന ഇമാതിരി സംഘിച്ചെറ്റകളോട് ഇതിലും കൂടുതൽ ഇനി പറയണമെന്നുണ്ട്. പക്ഷെ ഉണ്ടല്ലോ യൂട്യൂബ് ആയിപ്പോയി. പിന്നെ എന്താ പറയുക, ഇത് കൂടുതൽ പറഞ്ഞാണ്ടല്ലോ ഇയർഫോൺ വെച്ച് കേൾക്കേണ്ട ഒരു അവസ്ഥയ്ക്ക് കാര്യങ്ങൾ പോകുന്നുള്ളത് കൊണ്ട് കുറച്ചൊക്കെ ഞാൻ അങ്ങോട്ട് കൺട്രോൾ ചെയ്യാൻ പോകണം. അപ്പം ഞാൻ ഇപ്പം പറയാൻ പോണത് ഇങ്ങനെ ഒരു കമന്റ് ഇട്ട ഈ കമന്റ്സ് മാത്രമല്ല, ഇതിനിടയിൽ വേറെയും കുറെ തൊരപ്പൻ കമന്റ് വെച്ച കുറെ എണ്ണങ്ങളുണ്ട്. ഓക്കെ, അപ്പോൾ കമന്റ് ബോക്സിൽ വന്ന ഹിന്ദു തീവ്രവാദികളെ കുറിച്ച് കുറച്ച് പറയാം. ബീഫ് കൺസപ്ഷൻ ഡിക്രീസ്ഡ്, ലെറ്റ്സ് ഗോ. അയ്യോ ഏതോ സിംഗാണ്. ബീഫ് കൺസപ്ഷൻ കുറഞ്ഞു, മൂപ്പത്തിയാർക്കാണ് സന്തോഷമായി. എന്തേ ബീഫിൻ്റെ ഒപ്പമുള്ള രാത്രി പോയി കിടക്കൽ മൂപ്പര്. അതിനെ വെട്ടിക്കൊന്ന് തിന്നു കഴിഞ്ഞാൽ എന്തോ ഭയങ്കരമായ പ്രശ്നമാണ്. വീട്ടിലെന്തോ ഭയങ്കരമായിട്ട് പൂജിക്കുന്ന സാധനമാണ് ബീഫ് അവർ, അതുകൊണ്ടായിരിക്കും. നോ നോർത്ത് ഇന്ത്യൻ ആർമി പീപ്പിൾ അലൗഡ് സർ. ദിസ് ഈസ് നോട്ട് ഇന്ത്യ സർ. വി നീഡ് ഓൺലി കേരളം ആർമി സർ. ഡോണ്ട് ആസ്ക് മണി ഫ്രം സെൻട്രൽ. പിന്നെ പേരിനൊപ്പം ഗാന്ധി, പ്രൊഫറ്റ് രാഹുൽ ഗാന്ധി എന്ന് വെച്ചിട്ടുണ്ട്. Wish this had happened in Malappuram where Katwa population is in huge numbers. എന്ത് നാട് ഇത്? ഗ്രേറ്റ് ഹോപ്പ് they all suffer a lot. Let their karma haunt the most cruel state for animals and nature. Why India Army and Indian Air Force? Aren't they the ones crying for its Kerala
നോട്ട് ഇന്ത്യ. ആസ്ക് ദം ടു ഹാവ് ദെയർ ഓൺ ഫോഴ്സ്. എടാ ഞങ്ങൾക്ക് ഞങ്ങളെ ഫോഴ്സ് ഉണ്ടടാ, ഞങ്ങൾക്ക് ഞങ്ങളെ ഫോഴ്സ് ഉണ്ട്, മനസ്സിലായ? ഞങ്ങൾക്ക് ഞങ്ങളുടേതായിട്ടുള്ള സന്നദ്ധ പ്രവർത്തകർ ഇഷ്ടം പോലെ ഉണ്ട്. ഞങ്ങൾക്ക് ഞങ്ങളുടേതായിട്ടുള്ള സ്വന്തമായിട്ടുള്ള ഒരു ആർമി ഉണ്ട്, ഫിഷർമാൻസ് ആർമി. ഇട്ട് കൊടുത്താൽ മതി, എല്ലാം സെറ്റാക്കി പോരും. പിന്നെ ഇന്ത്യൻ ആർമി എന്ന് പറയുന്നത് നോർത്ത് ഇന്ത്യക്കാരെ മറ്റേ തറവാട്ട് സ്വത്തൊന്നും അല്ലല്ലോ, ആണോ? നിങ്ങളെ മാത്രം നികുതി ടാക്സ് ഒന്നും ആണോ ഒരു സാധനം ബിൽഡ് ചെയ്തിട്ടുള്ളത്? ഞങ്ങൾ ഉദ്ദേശിച്ച് കൊടുക്കുന്നുണ്ട്, മനസ്സിലായോ? നോർത്ത് ഇന്ത്യ മാത്രമല്ല ഇന്ത്യ. ഇങ്ങനെ കാണുന്ന കുറേ സംഖ്യവാണങ്ങളോട് എനിക്ക് ഇതിലും കൂടുതലൊന്നും പറയാനില്ല. അപ്പം ഇങ്ങനെ കുറേ സാധനങ്ങൾ മോനെ, ഇത് BJPൻ്റെ സെല്ലാണോ RSSൻ്റെ സെല്ലാണോ അതോ എന്ത് കോപ്പിൻ്റെ സെല്ലാണെന്നുണ്ടെങ്കിലും ഇതാ ഇവിടെ കുറേ വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇവരൊക്കെ വിചാരം കേരളം എന്ന് പറഞ്ഞാൽ വേറെ ഏതോ രാജ്യമാണ്. ഓക്കെ, കേരളം എന്ന് പറഞ്ഞാൽ വേറെ ഏതോ രാജ്യം, മലപ്പുറം എന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻ. ഇതാണ് കുറേ എണ്ണം പറഞ്ഞു പരത്തുന്നത്. എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവാൻ നിൽക്കുകയാണ്, ഓടിക്കേറി ചാടിക്കേറി ഇങ്ങോട്ട് തുടങ്ങുവരും. ഇത് നമുക്കിത് പുത്തരിയല്ല. മലയാളികൾ ഈ എന്താ പറയുക, ഓലപ്പാമ്പ് കണ്ടു കഴിഞ്ഞാൽ ഓടാവില്ലേ എന്ന് പറയും. പക്ഷെ ഇവന്മാർ ഈ പരത്തുന്ന ഒരു തരം വിദ്വേഷമുണ്ട് കേരളത്തിനെ കുറിച്ചിട്ടും മലപ്പുറത്തിനെ കുറിച്ചിട്ടും ഇവിടുത്തെ മുസ്ലിങ്ങളെ കുറിച്ചിട്ടും ഇവിടുത്തെ എന്താ പറയുക ഹിന്ദുക്കളെ കുറിച്ചിട്ടും ഇവിടുത്തെ ക്രിസ്ത്യൻസിനെ കുറിച്ചിട്ടും നമ്മളൊക്കെ തമ്മിലുള്ള ഒരു ഐക്യത്തിനെ കുറിച്ചിട്ടൊക്കെ ഇവന്മാർ പരത്തി വിടുന്ന ഒരു തരം ടോക്സിക് സാധനമുണ്ട് നോർത്തിലെ ആളുകളുടെ ഇടയിൽ. കാരണം നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ നമുക്കറിയും, ഡൽഹി പോകുമ്പോഴും ബോംബെ പോകുമ്പോഴും കൊൽക്കത്തയിൽ പോകുമ്പോഴും ഒക്കെ ലോക്കൽസ് നമ്മളോട് ചോദിക്കുക. ഇപ്പം ഞാൻ പ്രത്യേകിച്ച് മലപ്പുറത്ത് നിന്നൊക്കെ ആകുമ്പോൾ, മലപ്പുറം എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ചിലർക്ക് എന്താ പറയുക, ഫുൾ മുസ്ലിം പീപ്പിൾ എന്നൊക്കെ, മനസ്സിലായ? അപ്പം ഈ സായി കൃഷ്ണൻ എന്നുള്ള പേര് ഇവിടെ അത്രത്തോളം എന്താ ലൈക്ക് എല്ലാവർക്കും അങ്ങനെ ഉള്ളൊരു പേരല്ല. പക്ഷെ കുറച്ചും കൂടി മുകളിലേക്ക് പോകുമ്പോൾ സായി ബാബ, സായി കൃഷ്ണൻ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് യു ലീവ് ഇൻ മലപ്പുറം എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്തിക്കെന്താ അവിടെ ലീവ് ചെയ്തൂടെ? ഞാൻ അങ്ങനെ തിരിച്ചു ചോദിക്കില്ലേ, ഞാൻ ലീവ് ചെയ്താൽ എന്താ? ഇവരുടെയൊക്കെ മെൻറ്റാലിറ്റി അതായത് കുത്തി വെച്ചിരിക്കുകയാണ്. വോട്ട് ബാങ്കിന് വേണ്ടിയിട്ട് മതരാഷ്ട്രീയം മാത്രം തലയിൽ കുത്തിവെച്ച് ബ്രീഡ് ചെയ്ത് വിട്ടിരിക്കണം ഇങ്ങനത്തെ കുറേ ഊളാച്ചി നോർത്ത് ഇന്ത്യൻ കമൻറ്റോളികൾ. കുറേ ആയി നമ്മുടെ ദുരന്തം നടന്ന പോസ്റ്റുകൾക്ക് അടിയിൽ വന്നിട്ട് ചെറ്റതരട്ടിട്ട് പോകാൻ തുടങ്ങിയിട്ട്. സംഗതി ഇപ്പം ഞാൻ മലയാളത്തിൽ പറഞ്ഞതുകൊണ്ട് പ്രത്യേകിച്ച് അവരിതൊന്നും അറിയാൻ പോകുന്നില്ല. നീ എന്തിനാണ് അവിടെ കിടന്ന് വെട്ട് പറയണതെന്നാവും പലരും ചോദിക്കുന്നത്. പക്ഷേ ഇത് കേൾക്കുന്ന നമ്മളെ നാട്ടിലുള്ള സംഘ് സ്ലീപ്പർ സെല്ലുകൾ കുറേ ഉണ്ട്, മനസ്സിലായോ? അതിൻ്റെ കമൻറ്റ് ബോക്സിൽ തന്നെ ഞാൻ പണ്ടൊക്കെ പറയാറില്ലേ, PR പണ്ട് ഞാൻ ചെയ്തതിന് വരുന്ന PR ഇവന്മാർ എന്ന്. അതിലൊരു PR ഞാൻ ഈ സംഖ്യകളെ നല്ല രീതിയിൽ കൊട്ടുകൊണ്ടേ കുറച്ച് സ്ലീപ്പർ സെല്ല് PRs ഉണ്ട്. ഇതിനടിയിലും വരും, വരാതിരിക്കുകയൊന്നുമില്ല. വീട്ടുകാരെയും ഭാര്യനെയും ഫ്രണ്ടിനെയും ഒക്കെ വെച്ച് പറയും ഞങ്ങൾ. എനിക്ക് കുഴപ്പമൊന്നുമില്ല, വേണമെങ്കിൽ ഇവിടുന്ന് എവിടെന്നെങ്കിലും 2 രൂപ മണി ചോദിക്കാണും, അത്രേ ഉണ്ടാവുള്ളൂ പേടിച്ചിട്ടേ സംഘ് PR-നെ. അപ്പം എന്താണെന്നുണ്ടെങ്കിലും ദുരന്ത സംഘം PR-കൾ ഇറങ്ങിത്തിരിച്ച് പിന്നെ നമ്മളെ നിഖില വിമലിൻ്റെ ഒരു പോസ്റ്റൊക്കെ എടുത്തു കൊണ്ടുപോയിട്ട് അതീവ ദാരിദ്ര്യമാണ് ഇവർക്ക്. എങ്ങനെയെങ്കിലും ചന്ദനക്കുറിയും സാരി ഇട്ട ഒരാളെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ സുഖമല്ലേ. അപ്പോൾ നിഖില വിമലിൻ്റെ ഒരു ഫോട്ടോയും എടുത്തു കൊണ്ടുപോയി. അപ്പുറത്ത് നിഖില വിമൽ മറ്റേ കോൺട്രിബ്യൂഷൻ ഒക്കെ മേടിച്ച് അത് എഴുതി കൃത്യമാക്കി വെച്ച് ഓക്കെ കളക്ഷൻ പോയിന്റിൽ ഇരിക്കുന്ന ഫോട്ടോ ഒക്കെ എടുത്തുകൊണ്ടുപോയിട്ട് RSS ഹെൽപ്പിംഗ് വയനാട് പീപ്പിൾ ആൻഡ് വർക്കിംഗ് ആൻഡ് നൈറ്റ് ആൾസോ കളക്ടിങ് ഫുഡ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ട്സ് ടു നീഡഡ് വൺസ്. ഓക്കെ, എന്തുവാടെ ഇതൊക്കെ കഷ്ടമാണ്. ഇറ്റങ്ങളെ കൊണ്ട് ഏതെങ്കിലുമൊക്കെ വഴിക്ക് ക്രെഡിറ്റ് അടിച്ച് മാറ്റണം, മനസ്സിലായ? അതിന് ഏതറ്റം വരെയും പോകുന്നുള്ള രീതിക്ക് എക്സിലും അവിടെയും ഇവിടെയും കൊണ്ടുപോയിട്ട് നോർത്തിലെത്തിച്ചാൽ ഇവർക്ക് അറിയാം ഇറ്റങ്ങൾ ചെയ്യുന്ന ഉടായ്പാന്നുള്ളത്. പക്ഷേ ഈ നോർത്തിലുള്ളവരെ കൺവിൻസ് ചെയ്യാൻ ഇത് മതി. നിഖില വിമലിൻ്റെ ഒരു നല്ല അത്യാവശ്യം സാരിയും കുറിയിട്ടൊരു ഫോട്ടോ. ഹൗ വാട്ട് എ ഹിന്ദു ലേഡി. നോർത്തിലുള്ളവർ ഷീസ് എ വെരി ഗുഡ് ഹിന്ദു ലേഡി. അപ്പുറത്ത് ഷീ വർക്കിംഗ് ഇൻ കളക്ഷൻ പോയിന്റ് ഫോർ RSS. RSS കളക്ഷൻ പോയിന്റ്. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ ചിലപ്പോൾ QR കോഡ് വെച്ചിട്ട് സ്കാൻ, എല്ലാം ഉടായ്പ ഉമ്മാരയിലാണല്ലോ അല്ലേ? എല്ലാ ഫ്രോഡ് പരിപാടിയും സ്കാം ഉമ്മാരയിലാണ്. വേണമെന്നുണ്ടെങ്കിൽ നിഖില വിമലിൻ്റെ ഇതിൻ്റെ മുകളിൽ ഒരു QR കോഡും വെച്ചിട്ട് പ്ലീസ് ഹെൽപ്പ് അവർ മറ്റേ കളക്ഷൻ പോയിന്റ് ഇൻ കേരള RSS എന്ന് പറഞ്ഞിട്ട് അവിടെ പടി തുടങ്ങിയിട്ടുണ്ടാവും. പൈസ അടിച്ച് അവരെ ഇടയിൽ തന്നെ അടിച്ച് മാറ്റിയിട്ടുണ്ടാവും. അവിടെ കഴിഞ്ഞല്ലോ. സംഘം ഹെൽപ്പ് ചെയ്യുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് തന്നെ കുറേ എണ്ണം ചാടി വീണ് പൈസ കൊടുത്തോളും. ഇത്
നോർത്ത് ഇന്ത്യ എന്നുള്ള കമൻറ്റ് സംഘ് തൊഴിലാളികളും അവരുടെ വിളയാട്ടങ്ങളും. ഇനി ഇവിടെയുള്ള സ്ലീപ്പർ സെല്ലുകൾ എല്ലാവരും കൂടി ഓടിക്കയറി കമൻറ്റ് ബോക്സിൻ്റെ അടിക്ക് വരണ്ട. അത്യാവശ്യം മലപ്പുറത്തുള്ള കുട്ടികൾ എനിക്കും സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. ഐറ്റങ്ങളതിന് കിട്ടില്ല, ഞാൻ തന്നെ തരും അതിൻ്റെ അടിയിൽ. ഓക്കെ, ഇനി അടുത്തത് കേരളത്തിൽ നിന്നുള്ള കുറേ സാധനങ്ങൾ. ചത്തു തുലയട്ടെ രാഹുൽ ഗാന്ധിക്ക് വോട്ട് ചെയ്തവർ. വയനാട് നടന്നതിൻ്റെ അടിയിൽ ഒരുത്തനിട്ട കമൻ്റാണ്. എന്താ പറയുക, ഇതൊക്കെ എന്താ ചെയ്യുക അറിയോ? ഇവൻ്റെ വീട്ടിൽ ഇവനെ ഉണ്ടാക്കിയ അച്ഛനെയോ അമ്മയോ ഏതെങ്കിലും ഒരാൾ മരിക്കുമ്പോൾ പുറത്തുനിന്ന് ഒരാൾ വന്നിട്ട് പറയണം ചത്തു തൊലഞ്ഞു നിൻ്റെ ഉണ്ടാക്കിയ നിൻ്റെ മാതാവും പിതാവും. അതിങ്ങനെ ചെവി കേൾക്കണം. എന്നിട്ട് പിന്നെ മേലാൽ ഇവൻ കമൻ്റ് ഇടില്ല. അതേപോലെ ഇങ്ങനത്തെ കുറേ നാറികൾ വേറെ ഇറങ്ങിയിട്ടുണ്ട്. അത് നമ്മളെ മലയാളികളുടെ ഇടയിൽ തന്നെ. ഏത് അതൊരു സൈഡ്. ഇനി അടുത്തത്, നമ്മൾ കുറേ കുട്ടികൾ മരിച്ചു, കുറേ പേരെയൊക്കെ നമുക്ക് രക്ഷിക്കാൻ പറ്റി. കുറേ ഫാമിലീസ് കുട്ടികളെ ഏറ്റെടുക്കാൻ റെഡിയാന്ന് പറഞ്ഞിട്ടുള്ള കുറേ പോസ്റ്റുകളും കാര്യങ്ങളും കമൻറ്റുകളൊക്കെ നമ്മൾ കണ്ടു. അതിനടിയിൽ പോയിട്ട് വരെ നെഗറ്റീവ് അടിക്കുന്ന കുറേ പരമാറികൾ. ഒരമ്മ ഈ മുലപ്പാൽ കൊടുക്കാൻ റെഡിയാണെന്ന് പറഞ്ഞിട്ടുള്ളൊരു പോസ്റ്റ് ഭയങ്കര വൈറലായിട്ടില്ല. ഇത് പോസ്റ്റ് അല്ല, ഒരു കമൻ്റാണ്. ഭാര്യ മുലപ്പാൽ കൊടുക്കാൻ റെഡിയാന്നുള്ളത് ഹസ്ബൻഡ് ഇട്ടുണ്ടായിരുന്ന ഒരു കമൻ്റ് അടിയിൽ. അതിനടിയിൽ പോയിട്ട് ഇതിലും വലിയ പീക്കോക്ക് മക്കൾ, നോർത്തിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇത് കഴപ്പ് മൂത്ത പീക്കോക്ക് മക്കളുടെ ദൈവന്മാർ. ഇനി ഇതിനിടയിൽ ഈ ആളുകൾ വീട്ടിൽ നിന്ന് ഓടി രക്ഷപ്പെട്ടല്ലോ ഈ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായപ്പോൾ. അപ്പോൾ നമ്മൾ ഈ അടുത്ത കാലത്തൊക്കെ കാട്ടാന ശല്യം എന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ആനകൾ ഇറങ്ങുന്നു, ആനേനെ ഓടിക്കുന്നു, ആനേനെ മയക്കുവെടി വയ്ക്കുന്നു, അരിക്കൊമ്പൻ, അങ്ങനെ 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 കുറേ ഇൻസിഡൻസ് നടന്നിട്ടുണ്ട്. ഞാൻ അപ്പോഴും വീഡിയോ ഇടുമ്പോൾ പറയാറുണ്ട്, കാടിനടുത്ത ആളുകളുടെ സെറ്റിൽമെൻറ്റ്സ് വരുമ്പോൾ അവരുടെ ആവാസ വ്യവസ്ഥയിലേക്ക് മനുഷ്യൻ കയറി ചെല്ലുമ്പോൾ, അല്ലെങ്കിൽ കാടിനകത്ത് നമ്മൾ പോലും അറിയാതെ അവരുടെ ഹാബിറ്റാറ്റ് മൊത്തം നശിപ്പിക്കുന്ന, അവർക്ക് ജീവിക്കാനുള്ള എൻവയോൺമെൻറ്റ് മൊത്തം ഇല്ലാതാക്കുന്ന രീതിയിലുള്ള എൻക്രോച്ച്മെൻറ്റ്സും പരിപാടികളും ഒക്കെ ചെയ്യുമ്പോൾ അവർ കാട്ടിൽ നിന്ന് നാട്ടിലേക്ക് ഇറങ്ങും. അപ്പോൾ അവരെ കൊല്ലാനും മയക്കുവെടി വയ്ക്കാനും അവരവിടെ നിന്ന് മാറ്റാനും അതൊക്കെയായിരുന്നു ഇത്. അത് അവരെ നമ്മൾ ഉപദ്രവിക്കുമ്പോൾ അവർ നമ്മളെ ഉപദ്രവിക്കാൻ വരിക. നമ്മളൊരു അപകടത്തിൽപ്പെടുമ്പോൾ ഒരു മനുഷ്യനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി കുറച്ചൊന്ന് പഠിക്കും, അല്ലേ? പഠിക്കും. പക്ഷേ മൃഗങ്ങളുടെ സ്നേഹം എന്താണ് ഒക്കെ ഈ ഒരു രണ്ട് അമ്മമാർ പറയുന്നത് നോക്കണം. ഇവർ രക്ഷപ്പെടാൻ വേണ്ടി ഓടി മലയിലേക്ക് കാട്ടിലേക്ക് കയറിയ സമയത്ത് കണ്ണീരൊലിപ്പിച്ച് നിന്ന കൊമ്പനാനയുടെ കാര്യമാണ് ഇവർ പറയുന്നത്. തൊട്ടില്ല എന്നാണ് പറയുന്നത്, അവരെ പ്രൊട്ടക്റ്റ് ചെയ്ത് നിന്നെന്നാണ് പറയുന്നത്. ഒരവസ്ഥ വരുമ്പോൾ ആന പോലും മനുഷ്യൻ്റെ ഒപ്പം നിന്ന് കരയാണ് ഈ പ്രകൃതി ദുരന്തത്തിൽ. എന്നാൽ കമൻറ്റ് ബോക്സിൽ കുറേ ദുരന്തങ്ങൾ ഇത് മുതലാക്കാൻ വേണ്ടി നടക്കുന്നത്. യഥാർത്ഥത്തിൽ ആക്ച്വലി ഈ കമൻ്റ് ഇടുന്ന ദുരന്തങ്ങളെ എന്താ ചെയ്യാൻ പറ്റില്ല. അത് വേറെ കാര്യം. ഐഡൻറ്റിറ്റി ഉണ്ടാവില്ല. ഏതെങ്കിലുമൊക്കെ സിനിമാ നടൻ്റെയോ സ്പോർട്സ് പേഴ്സൻ്റെയൊക്കെ മുഖമായിരിക്കും, XYZ ആയിരിക്കും പേര്. സുഖല്ലേ? എന്ത് കഥയല്ല. എന്താണെങ്കിലും ഈ രണ്ടമ്മമാരും കൂടിയും പറയുന്നത് നിങ്ങൾ കണ്ടോ? അന്ന് രാത്രി ഒരു 1:15 മണിക്ക് തന്നെ ഞങ്ങൾക്ക് അതിന്റെ സൂചനകളുണ്ട്. ആകെ ഇരുടായിരുന്നു, വെളിച്ചവും വെട്ടയൊന്നുമില്ല, ഇരുട്. ഒരു മൂവെന്താ, കറണ്ട് വെളിച്ചങ്ങളൊന്നുമില്ല. എനിക്ക് കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. അടിയിൽ കൂടി എന്തോ വരുന്ന പോലെയോ ഇത് പൊട്ടണ പോലെയോ എന്തൊക്കെയോ സൗണ്ടുകൾ ഇങ്ങനെ കേൾക്കുക. അപ്പം ഞാൻ കുട്ടികൾക്കും ചോറ് വേണ്ട, ഞങ്ങളും കിടക്കുകയാണ് പറഞ്ഞ് കിടന്നു. കൊട്ടിമോളെയും ഞാൻ കൂട്ടി ഞങ്ങൾ രണ്ടാളും കൂടി കിടക്കുകയാണ് വരാന്തയിൽ. കിടക്കണ സമയത്തുണ്ട് പെരും പൊട്ട്. ഒരു പൊട്ട് കേട്ടതോടെ ഞാൻ പെട്ടെന്ന് ചാടി എണിച്ച് എൻ്റെ കുട്ടിനെ വാരിയെടുത്തു. എടുത്തു കഴിഞ്ഞ് നോക്കുമ്പോഴത്തേന് വീടിൻ്റെ അടിയിൽ കൂടി വെള്ളവും കല്ലും മണലും വരുന്നു. വീട്ടിൻ്റെ അടിയിൽ കൂടെ വെള്ളത്തിൽ പോവുക. ഞാൻ എവിടേക്കാണ് പോണേ എനിക്ക് ഓർമ്മയില്ല. ഞാൻ നീന്തി വന്നു. കുട്ടിനെയും കെട്ടിപ്പിടിച്ചിട്ട് പോണടത്ത് എത്തട്ടെ പറഞ്ഞ് നീന്തിയപ്പോൾ ഒരു തിണ്ടിന് ഇങ്ങനെ പിടിച്ച് കയറാൻ. അങ്ങനെ കയറി ഇങ്ങനെ പോയപ്പോൾ അവിടെ ആന മൂന്നെണ്ണം ഉണ്ട്. അതിലൊരു കവുങ്ങിൻ്റെ മരം ഉണ്ടായി. ആ മരത്തിനെ കെട്ടിപ്പിടിച്ചിട്ട് ഞാൻ ഈ ആനൻ്റെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു, ഒരു കൊമ്പനാണ്,
ഞങ്ങൾ സ്ഥിരം കാണുന്നതാ. എസ്റ്റേറ്റിൽ ഞാൻ ചപ്പ് വെട്ടുന്ന തൊഴിലാളിയാണ്, മുണ്ടക്കൈ ഡിവിഷനിൽ. ആന ഇങ്ങനെ എന്നെ നോക്കി ഇങ്ങനെ മിണ്ടാതെ ചെവിയാട്ടി നിൽക്കുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞ്, ഞങ്ങൾ വലിയ ദുരിതത്തിൽ നിന്നാണ് രക്ഷപ്പെട്ട് വരുന്നത്. നിനക്ക് നല്ല മനസ്സുണ്ടെങ്കിൽ ആരെങ്കിലും വന്ന് ഞങ്ങളെ രക്ഷിക്കട്ടെ, എന്നെ ഒന്നും ചെയ്യരുത്, എന്നെ എൻ്റെ കുട്ടിനെയും പറഞ്ഞിട്ട്. ആനിങ്ങനെ നോക്കി 2 കണ്ണു കൂടി ഇങ്ങനെ വെള്ളം വരിക. എൻ്റെ ആ മരത്തിൻ്റെ താഴെ തന്നെ ഞാനും എൻ്റെ കുട്ടിയും കിടന്നു. ആന ഞങ്ങളടുത്തുനിന്ന് മാറിയിട്ടില്ല. ആന അവിടെ തന്നെ നിൽക്കുക, ഒരു ശല്യം ചെയ്തിട്ടില്ല, ഒന്നും അത് തിന്നിട്ടില്ല. അത് പേടിച്ച് വിറച്ച് ഇങ്ങനെ കണ്ണീരും വിട്ടിട്ട് ഞങ്ങളടുത്ത് തന്നെ നിന്നു. 3 അതിൽ 2 കുറച്ച് അപ്പുറത്ത് നിന്നിട്ട് തെങ്ങിന്റെ കവുങ്ങുകൾ തിന്നുണ്ട്. ഈ ഒരു ആന അനങ്ങിയിട്ടില്ല. വന്നിട്ട് ജീപ്പിൽ കയറ്റിട്ട് പഠിക്ക് പോണത്. അവരെ പറ്റിയിട്ട് അന്വേഷിച്ചതിന് വിവരം കിട്ടിയോ? ഈ അമ്മാവനെയൊക്കെ പറ്റി ഇതുവരെ കിട്ടിയിട്ടില്ല. ഇല്ല, ഇനി തെരച്ചിൽ നടത്തുന്നുണ്ട് പറഞ്ഞു. ഉരുൾപൊട്ടിയ ഭയത്തിൽ കാടുകയറിയത് ചൊവ്വാഴ്ച പുലർച്ചെ 1-ന് രാവിലെ 6 വരെ കൊടുംകാട്ടിൽ ഒറ്റയ്ക്കിരുന്നതിന്റെ ഭയം. എല്ലാം പോയി, ഇനി എങ്ങനെ ജീവിക്കും? ഈ കണ്ണീരിന് ഇതെല്ലാം കാരണം. 2ാമത്തെ പൊട്ടലിനാണ് ഞങ്ങളെല്ലാം കാട്ടുകൂടെ കയറി ഓടിയത്. അവിടെയാണെങ്കിൽ ആനയും. ഞങ്ങൾ പോകുമ്പോൾ ഞങ്ങൾ രക്ഷപ്പെടുകയാണ്. അതുകൊണ്ട് നീ മുണ്ടാതെ അവിടെ നിന്നോ പറഞ്ഞ് അത് കണ്ണീര് ഒലിപ്പിച്ചിട്ട് ആന അങ്ങോട്ട് മാറിപ്പോയി. അപ്പോൾ നമ്മൾ കാടിന് അടുത്ത് ഇങ്ങനെ ജീവിച്ചു തുടങ്ങുമ്പോൾ, ഇപ്പോൾ ഏത് മൃഗമാണെങ്കിലും കാട് വിട്ട് നാട്ടിലേക്ക് ഇറങ്ങാൻ ഒരു റീസൺ ഉണ്ടാവും. ഭക്ഷണം കിട്ടാത്തതോ അല്ലെങ്കിൽ അതിനകത്ത് തന്നെ അവരെ പേടിപ്പെടുത്തുന്ന രീതിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ, ചില റയർ കേസിൽ ഇര പിടിക്കാൻ പറ്റാത്ത ചില പുലികളുടെയൊക്കെ അവസ്ഥ, അവർക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഇഞ്ചുറീസ് ഉണ്ടെങ്കിൽ ഈസി ടാർഗറ്റ്സ് പുറത്ത് കിട്ടുന്നത് കാണുമ്പോൾ പുറത്ത് ചാടുന്നതോ അങ്ങനെയൊക്കെ ആയിരിക്കാം. പ്രോപ്പർ സ്റ്റഡീസോ കാര്യങ്ങളൊന്നും ഇതിലാരും നടത്തില്ല. പക്ഷേ ഇതിനു വേണ്ടി ഒരുപാട് ഫണ്ടുകളും കാര്യങ്ങളൊക്കെ പുറത്തിറക്കും. മനസ്സിലായോ? പിന്നെ മനുഷ്യന്മാരാണ് നമ്മളാണ് ഏറ്റവും ബുദ്ധിയുള്ള സുപ്രീം എന്ന് പറഞ്ഞ് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളല്ല. ഇവരുടെ അത്രയൊന്നും ബുദ്ധി നമുക്കില്ല. ഓക്കെ, ഇവരുടെ ഒന്നും അത്ര ബുദ്ധി നമുക്കില്ല. നമുക്ക് ബുദ്ധിയുണ്ട്. പരസ്പരം തെറി വിളിക്കാനും കുതികാല് വെട്ടാനും വിദ്വേഷം പറയാനും ചതിക്കാനും വഞ്ചിക്കാനും. അതിനേ ഉള്ളൂ. അല്ലാതെ എന്തിനുള്ളത്? എന്താണ് ഇമാതിരി കമൻസ്? സത്യം പറഞ്ഞാൽ ഈ മലപ്പുറത്തിനൊക്കെ കുറച്ച് കമൻറ്റ് ഇടുമ്പോഴല്ലോ വായിൽ വേറെ മറ്റതാണ് വരുന്നത്. പിന്നെ ഇതേപോലെ വർഗീയത കമൻറ്റ് നമ്മളെ നാട്ടിൽ തന്നെ കാണുമ്പോൾ എന്തു പറയാം?